ഇത് അബാക്കസാണ്. ഈ അബാക്കസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നിപ്പം പറയാൻ പോകുന്നത്. അതായത് ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ അബാക്കസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ അപ്പർ ബീഡ്സുകളുണ്ട്. മുകളിലുള്ള എല്ലാം അപ്പർ ബീഡ്സുകളാണ്, എല്ലാം ലോവർ ബീഡ്സുകളാണ്. ഈ ഓരോ ബീഡ്സുകളും ഇങ്ങനെ ചെയ്താണ് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് ഈ മിഡിൽ ലൈൻ എന്ന് പറയുന്നതാണ്. ഈ മിഡിൽ ലൈനിൽ ബീഡ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ ആകും. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കണക്കുകൾ ചെയ്യുന്നത്. മാത്സിലൂടെയാണ് പഠിക്കുന്നതെങ്കിലും എല്ലാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. അതായത് ചെറിയ കുട്ടികൾക്കൊരു UKG to 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത്. ചെറിയ കുട്ടികളാണ് എന്നുവെച്ചാൽ അവർക്ക് ബ്രെയിനിലൊന്നും ഇല്ലാത്തൊരു സമയം പെട്ടെന്ന് അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ ഭയങ്കര ഒരു പറ്റിയ മാർഗമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാത്സിലൂടെ ഈ കണക്കുകളിലൂടെ ഓരോരോ ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് ക്രോറിൻ്റെ കണക്ക് ചെയ്യാം, അതായത് കോടികളുടെ കണക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്താൽ നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്താൽ ബ്രെയിനിൻ്റെ റൈറ്റ് ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഫുൾ ഡെവലപ്മെൻറ്റ് വരുന്നില്ല. ഇത് നമ്മൾ 2 ഹാൻഡ്സ് ആൻഡ് ടേക്കണം, 2 കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ ഫുൾ ഡെവലപ്പ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ വർക്കുകാരെല്ലാം ചെയ്യുന്നത് 2 കൈ ഉപയോഗിച്ച് കീപാഡ് ആക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അവരൊക്കെ പിന്നെ കുറച്ച് ഏജ് അയച്ചിട്ടാകുമ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. ഇത് ചെറിയ സ്റ്റേജിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഈ ബ്രഹ്മിയോ മറ്റോ ഇത് ഉപയോഗിച്ചിട്ടൊന്നും ബുദ്ധി വളരുമെന്ന് പറയുന്നത് അതല്ല. ഇത് ശരിക്കും പ്രാക്ടീസിലൂടെ ശരിക്കും ചെയ്തിട്ട് നമ്മൾ 2 ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഈ മെമ്മറി പവർ, കോൺസെൻട്രേഷൻ, സ്പീഡ്, റൈറ്റിങ്, ലിസണിങ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതിലൂടെയും കടന്നു പോവുകയാണ്. അപ്പം നമുക്ക് നല്ല കോൺസെൻട്രേഷനോടെ ഇരിക്കുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ ഈ 2 കൈ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഇത് വരുവാണ്, നമ്മുടെ ബ്രെയിനിലേക്ക് പ്രധാനമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 2 ഇയർ കോഴ്സാണ്, 2 വർഷം കൊണ്ട് തീരണം. അല്ലാതെ ചില സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഓരോ വർഷം കുറച്ച് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് കാര്യമില്ല, 2 വർഷം കൊണ്ട് തീരണം. ഏകദേശം ഒരു 7-8 ബുക്ക് കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 15 എടുക്കണമെന്ന് പറഞ്ഞാൽ 10 എടുത്തു 5 എടുത്തു, അതാണ് 15 എന്ന് പറയുന്നത്. 2 എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു 10 അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ആൻസർ വരുമ്പോഴാണ് അബാക്കസ് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാം. ക്വസ്റ്റ്യൻ പറഞ്ഞു കൊണ്ട് തീരുന്നതിന് മുമ്പ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അതായത് കാൽക്കുലേറ്ററിനേക്കാൾ ഭയങ്കര സ്പീഡിൽ ഈ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഭയങ്കര സ്പീഡിലാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ അറിയാം അതെങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉള്ളൂ. അതായത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ മാത്രമേ 2 അവർ കോഴ്സേ ഉള്ളൂ. അപ്പം അല്ലാത്ത ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന പോലെ ഈ വർക്ക് ചെയ്ത വർക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്താൽ ദിവസം പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര സ്പീഡിൽ ഇത് കിട്ടുമെന്നുള്ളത്. അങ്ങനെയാണ് സ്പീഡാവുക. അങ്ങനെയാണ് ഈ പെട്ടെന്ന് ആൻസർ കാൽക്കുലേറ്ററിനേക്കാൾ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിലൂടെയാണ് ഇത് ചെയ്യുക. കൊച്ചുങ്ങൾ ഇൻട്രസ്റ്റിലൂടെ ചെയ്യുകയാണ്. അത് അവർക്ക് ഈ ബീഡ്സൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഒരു കളിയിലൂടെ അവർ ഈ കണക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബാക്ക്വേർഡായ കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ നല്ല കുട്ടികൾക്ക് കുറേ പെട്ടെന്നാവും. അപേക്ഷിച്ച് ബാക്ക്വേർഡായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ഒരു പ്രോഗ്രസ് ഉണ്ടാകാൻ വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് ഉറപ്പാണ്. അപ്പം
അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. വേറെ ഒന്നും അടിച്ചേൽപ്പിക്കുകയല്ല, ഈ ഹാൻഡ് പ്രാക്ടീസിലൂടെ ഇത് നമ്മൾ ചെയ്തു പോകാനും. അപ്പോൾ എല്ലാവരും ഇതിനകത്തേക്കൊന്ന് കുട്ടികളെ വിടാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പം എല്ലാ ദിവസവും ഉള്ള ക്ലാസ്സല്ല, ആഴ്ചയിലൊരു ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനകത്തൊരു നോട്ടീസ് ഉണ്ട്, നോട്ടീസിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോട്ടങ്ങലിലെ 888 അടുത്തുള്ള പലവരെന്ന് പറയുന്നത് 888 അടുത്താണ് ക്ലാസ് നടത്തുന്നത്. താല്പര്യമുള്ളവർ ഓരോരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ഭാഗസ്സുകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു തിരിച്ചറിഞ്ഞ് പഠിച്ചാൽ ഒത്തിരി ഉപകാരമാണ്. പക്ഷേ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുക. വേണ്ടുന്നവരെല്ലാം ഇതിലുള്ള നമ്പറിൽ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക.